Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തുലു ഇത് കണ്ടോ? ഈ ന്യൂസ് പേപ്പറില് ഓൺലൈൻ ഇന്റർവ്യൂവിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഫോൺ വിളിക്കാൻ പോവാ, ഇല്ലെങ്കിൽ ഈ ജോലി നമുക്ക് കിട്ടാതെയാവും. ഹലോ, ഓൺലൈൻ ഇന്റർവ്യൂ ഓഫീസാണ്. ഹലോ സാർ, ഞാൻ മോട്ടു ആണ് സംസാരിക്കുന്നത്. ഒന്ന് ഹോൾഡ് ചെയ്യണേ പ്ലീസ്. മോനെ, ഞാൻ പേപ്പറിൽ പരസ്യം കൊടുത്തത് ഏറ്റു. ഇത്തവണ അവനുണ്ട് ശരിക്കും ഒരു പണി കൊടുക്കണ. ഇനി ജോഡായിരിക്കും രാജാവ്, പോട്ടു ശശിയും. ഹലോ, അതെ പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ജോബിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ജോബ് ഈസ് വെരി ഗുഡ്. സാലറി 1 lakh rupees per month. എന്ത് 1 ലക്ഷം രൂപ മാസ ശമ്പളോ? എന്റെ അമ്മോ! ഹലോ ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. സാലറി പറഞ്ഞു കേട്ടപ്പോ ഞാൻ കുറച്ച് സർപ്രൈസ് ആയി പോയതാണ്. എന്റെ മോട്ടോ ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിക്കേ. സാർ, ജോബിന് ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്? ക്വാളിഫിക്കേഷനായി ഞങ്ങൾക്ക് സത്യസന്ധത മാത്രമാണ് വേണ്ടത്. പിന്നെ നന്നായി കഠിനാധ്വാനവും ചെയ്തിരിക്കണം. സാറേ, നിങ്ങളുടെ അന്വേഷണം ഇവിടെ നിർത്തിക്കോളൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ ക്വാളിറ്റീസും ഞങ്ങളുടെ അകത്തുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്ന ഏതൊരു ജോലിയും ഞങ്ങൾ വളരെ നിഷ്പ്രയാസം ചെയ്ത് തീർത്തിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. വേഗം നിങ്ങൾ ഇന്റർവ്യൂവിനായി എത്തിക്കൊള്ളൂ. ഓക്കെ സാർ, ഞാൻ എത്തിക്കോളാം. അല്ല മോട്ടു, ഇത് എന്തിന്റെ ഇന്റർവ്യൂ ആ? റോഡ് സൈഡിലൊക്കെ വെച്ച് ഇന്റർവ്യൂ നടത്താന്നൊക്കെ പറഞ്ഞാ എനിക്ക് തോന്നുന്നത് നിനക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ലെന്നാ. നന്നായി പത്ലു, കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. ഇത് നല്ലൊരു പരിപാടിയല്ലേ? ജോലിയൊന്നും ചെയ്യണ്ട, വെറുതെ മോഷ്ടിച്ച് ബുദ്ധിമുട്ടുകയും വേണ്ട. അടിപൊളി സുഖ ജീവിതം, എനിക്കിഷ്ടപ്പെട്ടു. മോട്ടു, രാവിലെ മുതൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇത്ര നേരായിട്ടും ആരെയും ഇവിടേക്ക് വരുന്നത് പോലെയൊന്നും കാണുന്നില്ല. എന്റെ മോട്ടു, എന്റെ ബലമായ സംശയം അതെന്തോ തെറ്റായ അഡ്വർടൈസ്മെന്റ് ആണെന്നാ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവായിരിക്കും നല്ലത്. എന്റെ പത്ലു, നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കിട്ടിയ ചാൻസ് ഒന്ന് കളയരുത്. ഞാൻ വിളിച്ചു നോക്കട്ടെ. പത്ലു, ലൈന് കണക്ട് ആവുന്നില്ല കേട്ടോ. എന്റെ മോട്ടു, ലൈൻ കണക്ഷൻ ഫെസ്റ്റ് അല്ല ഇത്. നിന്നെ ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതാണ്. ഇന്റർവ്യൂ ഒന്നും എടുക്കാൻ ഇവിടെ ആരും വരുന്നില്ല. ആരോ നിന്നെ വിഡ്ഢിയാക്കിയതാണ്. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, ഞാൻ പോവാണ്. പോയിട്ട് വേണം ചായ ഭക്ഷണം കഴിക്കാൻ. കൂട്ടുകാരെ, ആ കിടക്കുന്ന ചടിയനെ കണ്ട അയാൾ ഏത് സമയം തട്ടിപ്പോന്ന് തോന്നണോ? നമുക്ക് ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങാം. അത് ഇന്നിവിടെ പാർട്ടിയാണ്. ആ കൊള്ളാം. മോട്ടു, ഡോക്ടർ ജഡ്ക ഗസീറ്ററാം, വേഗം പോവാം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്തൊരു ഉറക്കമായത്. നീ തിരിച്ചു പോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓൺലൈൻ ഇന്റർവ്യൂ ഇങ്ങനെയൊന്നും അല്ല മോട്ടു നടക്കുന്നത്. വലിയേട്ടാ, ഞാൻ ഒരിക്കൽ കൂടെ ഫോൺ ചെയ്ത് നോക്കട്ടെ പ്ലീസ്. ഫോൺ എടുക്കൂ. ഹലോ സാർ, ഞാൻ മോട്ടു ആണ്. രാവിലെ തൊട്ട് ഈ ക്ലോക്ക് സർക്കിളിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ലല്ലോ. അതെന്താ സാറേ? ഓ, നിങ്ങൾ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ ഫോണിൽ കൂടെയല്ലേ നടത്താറ്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഇന്റർവ്യൂവിന്റെ ഒരു പുതിയ മോഡലാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരുപാട് നേരം കാത്തിരിക്കുന്നവരെയാണ്. ഇതാണ് ഓൺലൈൻ ഇന്റർവ്യൂ. ഇനി നിങ്ങൾ തന്നെ പറയൂ, ആരെങ്കിലും വരുമോ? ലൈനിൽ ആരും വരാതെ എങ്ങനെയാ ഇന്റർവ്യൂ നടക്കുന്നത്? നാളെ മോഡേൺ സിറ്റിയുടെ ഗേറ്റിന് മുന്നിൽ വാ. ഓക്കെ, ബൈ. എന്റെ പത്ലു, നീ പറഞ്ഞതൊന്നും അല്ല ശരി, അറിയോ?
നോക്കിയേ സാർ എന്താ പറഞ്ഞെന്നറിയോ? എപ്പോഴാണോ ജനങ്ങളൊക്കെ ഒരു ലൈൻ ഉണ്ടാക്കി ഇന്റർവ്യൂവിന് വരുന്നത്, അതിനെയാണ് അത്ര ഓൺലൈൻ ഇന്റർവ്യൂ എന്ന് പറയാറുണ്ട്. ഇത് മോഡേൺ സ്റ്റൈൽ ഇന്റർവ്യൂ അത്രേ. എന്റെ മോട്ടു വേഗം പോ, വേഗം പോ. ആരോ നിന്നെ വീണ്ടും ഒരു വിഡ്ഢിയാക്കാനുള്ള പരിപാടിയില്ല. നിങ്ങൾ എല്ലാവരും എന്ത് വിചാരിക്കുന്നെങ്കിലും വിചാരിച്ചോ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ എന്തുമാത്രം കാൻഡിഡേറ്റ്സിന്റെ ലൈൻ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ എല്ലാവരും പൊയ്ക്കോ. എന്നാ ശരി, ഞങ്ങള് പോവാ. വരൂ പോകാം. എപ്പോഴും ഇത് പരിധിക്ക് പുറത്താണല്ലോ. എന്താ ചെയ്യോ, ഫോണ് കിട്ടുന്നില്ലല്ലോ. ഇവിടെ കുറച്ചു നേരം ഇരിക്കാം. അതെ, ഈ തടിയനെ വിശ്വസിച്ച് നമ്മൾ വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല. ഇയാൾ ഈ അടുത്ത കാലത്ത് ചാവണ ലക്ഷണം ഞാൻ കാണുന്നില്ല. അല്ല, നമുക്ക് പോവാം, ഓട്. ഈ ശബ്ദം എവിടുന്നാണ്? അല്ല ചേട്ടാ, എന്താ കാര്യം സാറേ? താങ്കൾ ഇവിടെ വല്ല ആനക്കൊണ്ടായ കണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ സർ സർ എന്നൊരു ശബ്ദം മാത്രം ഞാൻ കേട്ടിരുന്നു. ഓഫീസർ, എന്തെങ്കിലും പറ്റിയോ? കാട്ടിന്ന് ഒരു ആനക്കൊണ്ട പട്ടണത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുറെ പേര് പറയണ ഈ സൈഡിലേക്കാ വന്നതെന്ന്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിന്റെ അടുത്തേക്ക് പോകണം. അത് ശരി, അപ്പൊ ഇവന്മാരെല്ലാം എന്നെ പിടിക്കാൻ വന്നിരിക്കുകയല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ആ ശബ്ദം എവിടുന്നാ വരുന്നത്? മോട്ടു സൈഡിലേക്ക് മാറ്. വിടാൻ. ആനക്കൊണ്ട മോട്ടുവിനെ ഒന്ന് വരിഞ്ഞു മുറുക്കുകയായിരുന്നെങ്കിൽ അടിപൊളി. മോട്ടുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേ. എങ്കിൽ മോട്ടുവിനോട് ഇങ്ങനെ വിട പറയാമായിരുന്നു. ബൈ ബൈ. എന്റെ കൂട്ടുകാരനെ വിടാൻ. സാർ, ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന ആനക്കൊണ്ട. താങ്ക് യു മോട്ടു, താങ്ക് യു. എത്ര ധീരതയോടെയാണ് നിങ്ങൾ ആനക്കൊണ്ടയെ കീഴടക്കിയത്. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേക സർക്കാരിനോട് പറഞ്ഞൊരു പുരസ്കാരം റെഡിയാക്കാം. ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഓ എന്റെ ചങ്കുകളെ, ആരോ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഹലോ മോട്ടു, നിങ്ങൾ എന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മോഡേൺ സിറ്റിയുടെ ഗേറ്റിന് മുന്നിൽ വരാത്തത്? കുഴപ്പമില്ല, നിങ്ങളെപ്പോലെ കഴിവുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി ഇന്റർവ്യൂ നടത്താറുണ്ട് കേട്ടോ. മോഡേൺ സിറ്റി ലേക്കിന് നടുക്ക് ഒരു വലിയ പാറക്കഷ്ണമുണ്ട്. നാളെ അവിടെ എത്തണം. ഓക്കേ? ഒരുപാട് സന്തോഷമുണ്ട് സാർ. നാളെ എന്റെ ഓൺലൈൻ ഇന്റർവ്യൂ സെലക്ഷൻ നടക്കുന്നതാണ്. നാളെ എന്തായാലും ജോലി കിട്ടും മോനെ. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇതൊക്കെ ഒരു ഇന്റർവ്യൂ ആണോ? നിന്നെ വെറുതെ കളിപ്പിക്കുന്നതാണ്. എന്റെ പൊന്നു മോട്ടു, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോവല്ലേ, വേണ്ട. എന്റെ അമ്മോ മോട്ടു, ആ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്നവന്മാരെ ഞാൻ വിടാൻ പോകുന്നില്ല. ആ ഓൺലൈൻ ഗ്രൂപ്പിനെ ഞാൻ അറസ്റ്റ് ചെയ്യും. അതെ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അവര് പറഞ്ഞത് എന്നെ പോലെയുള്ള സത്യസന്ധരായവർക്കൊക്കെ സ്പെഷ്യൽ ഇന്റർവ്യൂ ചെയ്യുമെന്നാണ്. അതും ഇന്ന് തന്നെ. പൊളിക്കടുത്തല്ലോ മമ്മി, ദേ ക്രോക്കഡൈൽ. എന്റെ പത്തിലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. മോട്ടു, സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളത്തിനടിയിൽ നല്ല പ്രകാശമുള്ള ഒരു ലൈറ്റ് കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. പത്രം ഇത് കണ്ടോ? എനിക്ക് എന്താ കിട്ടിയെന്ന്? എനിക്ക് പവിഴം കിട്ടിയത് കണ്ടോ? എന്തുവാടാ ഇത്? ഈ ജോണായിരിക്കും ഡോൺ. പക്ഷേ ബോട്ട് പത്തുവിനെ തകർക്കാതെ എങ്ങനെ ജോൺ ഡോണാവുന്നത്? ഓയ് ബോട്ടു, ഞാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഇന്റർവ്യൂവിന് വന്നത്. ഞാൻ അതിനോട് പറഞ്ഞത് മോഡൽ സിറ്റിയിൽ വരാൻ. അങ്ങനെ വന്നത് കൊണ്ട് മാത്രമാ നിനക്ക് പവിഴം കിട്ടിയത്. അല്ലെങ്കിൽ ഒരു കുന്തം കിട്ടില്ലായിരുന്നു. ഓ, എന്തൊരു വിധിയായത്. എനിക്കും വേണം പവിഴം. എന്റെ ജോണെ വെള്ളത്തിൽ ഇറങ്ങ്. ഇപ്പോ ആ ക്രൊക്കഡൈലൊക്കെ നിന്നെ ഒന്ന് ഇന്റർവ്യൂ എടുക്കാൻ പോവാ. ഓൺലൈനിലല്ല, വാട്ടർ ഓൺലൈനിലാ. Watch India's largest kids library only on Geo Hotstar. Download the app now.